ബിസ് നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? തിരുവനന്തപുരം ടെക്നോ പാർക്ക് 2ഉം 3ഉം കഴിഞ്ഞ 4ാം ഘട്ട വികസനത്തിലേക്ക്. സ്വർണ്ണവിലയുടെ പിന്നിൽ കളിക്കുന്നത് ആര്? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? കാണാം ബിസ് നെക്സ്റ്റ്. പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ IT പാർക്കാണ് തിരുവനന്തപുരം ടെക്നോ പാർക്ക്. വളർച്ചയുടെ 3 ഘട്ടങ്ങൾ പൂർത്തിയാക്കിയ ശേഷം 4ലേക്ക് കടക്കുകയാണ്. ഇപ്പോഴും 100-ലധികം സംരംഭകർ ക്യൂവിലാണ്. ഒരു സർക്കാർ സ്ഥാപനത്തിന്റെ വിജയഗാഥ. തലസ്ഥാന ജില്ലയിൽ കഴക്കൂട്ടത്തിനും കോവളത്തിനുമിടയിലായി ദേശീയപാത ബൈപ്പാസിനരികിലായാണ് കേരളത്തിലെ ആദ്യ IT ഇടനാഴിയായ ടെക്നോ പാർക്ക് പ്രവർത്തിക്കുന്നത്. ക്യാമ്പസിലെ 3-4 ഫേസുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ രാജ്യത്തെ ഏറ്റവും വലിയ IT ഹബ്ബുകളിലൊന്നായി ടെക്നോ പാർക്ക് മാറും. ബിസിനസ് വളർച്ച, നവീകരണം, തൊഴിലിടത്തെ മികവ് എന്നീ രംഗങ്ങളിൽ ഈ വർഷം തന്നെ ടെക്നോ പാർക്കിലെ നിരവധി കമ്പനികൾ അനേകം ദേശീയ അന്തർദേശീയ ബഹുമതികൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ടെക്നോ പാർക്കിന്റെ പള്ളിപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഫേസ് 4 വിപുലീകരണത്തിനായുള്ള സമഗ്ര മാസ്റ്റർ പ്ലാൻ അടുത്തിടെ പുറത്തിറക്കിയിരുന്നു. 389 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഫേസ് 4-ൽ ലോകോത്തര IT സൗകര്യങ്ങൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, അക്കാദമിക് സ്ഥാപനങ്ങൾ, സാമൂഹിക സൗകര്യങ്ങൾ, ആഗോള സംരംഭങ്ങൾ, വൻകിട നിക്ഷേപങ്ങൾ, കഴിവും നൈപുണ്യവുമുള്ള പ്രൊഫഷണലുകളെ ആകർഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സംവിധാനങ്ങൾ എന്നിവ സംയോജിപ്പിക്കുന്ന കേന്ദ്രമായിട്ടാണ് പദ്ധതി തയ്യാറാക്കുന്നത്. നഗരത്തിനുള്ളിൽ ഒരു ഉപനഗരമെന്ന നിലയിലാണ് ഫേസ് 4-ലെ സൗകര്യങ്ങൾ വിഭാവനം ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പള്ളിപ്പുറത്തിനും മംഗലപുരത്തിനും മധ്യയുള്ള ടെക്നോ പാർക്ക് ഫേസ് 4-ന് സമീപമാണ് ഞാനിപ്പോഴുള്ളത്. സ്മാർട്ട് സിറ്റി പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കഴക്കൂട്ടത്തിനു പുറമെ നഗരത്തിന്റെ മറ്റൊരു IT മുഖമായി ഈ പ്രദേശം മാറും. കേരളത്തിന്റെ സാങ്കേതിക ആവാസ വ്യവസ്ഥയുടെ പരിവർത്തനം സാധ്യമാക്കാനും IT-യുടെയും ഇന്നൊവേഷന്റെയും ആഗോള കേന്ദ്രമെന്ന തിരുവനന്തപുരത്തിന്റെ സ്ഥാനം ഊട്ടിയുറപ്പിക്കാനും സഹായിക്കുന്ന സംരംഭമാണിത്. ടെക്നോ പാർക്ക് ഫേസ് 4-ന്റെ മാസ്റ്റർ പ്ലാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. IT ജീവനക്കാരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പുതിയ IT വേൾഡ്, പുതിയൊരു ഇൻ്റർനാഷണൽ ഫെസിലിറ്റീസ് ഉൾപ്പെടെയുള്ള ഇൻ്റർനാഷണലി ഉള്ള സൗകര്യങ്ങൾ കൂടിയുള്ള ഒരു IT പാർക്കാണ് വിഭാവനം ചെയ്യുന്നത്. നമുക്ക് നോർമലി IT സ്പേസ് മാത്രമല്ല, അതോടൊപ്പം പിന്നെ ഷോപ്പിംഗ് സെൻറ്റേഴ്സ്, മാൾസ്, വില്ലാസ്, IT ജീവനക്കാർക്ക് താമസിക്കാനുള്ള ഫ്ലാറ്റ്, അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളെല്ലാം മാസ്റ്റർ പ്ലാനിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. അതൊരു പ്രാവർത്തികമായി വരുമ്പോൾ ഒരു വേൾഡ് ക്ലാസ് ടെക്നോ പാർക്ക് തന്നെ ആയി മാറും എന്നുള്ളതിൽ സംശയമില്ല. അതോടൊപ്പം പിന്നെ ഒരു കമ്പനിയിലും വർക്ക് ചെയ്യാത്ത മറ്റ് IT നഗരങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, ഹൈദരാബാദ്, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഇടയ്ക്കൊരു വാക്ക് ഇൻ ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഒരു 1 വീക്കോ അല്ലെങ്കിൽ 2 വീക്സോ ഒക്കെ വർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടും വളരെ പ്രയോജനമാണ്. ഇപ്പോൾ നമ്മൾക്ക് ടെക്നോ പാർക്ക് ഫേസ് 4-ൽ കബനി എന്നുള്ളൊരു ബിൽഡിങ്ങും സൺടെക്കിൻ്റെ ബിൽഡിങ്ങുമാണ് ഉള്ളത്. പക്ഷേ അതൊരു ടെക്നോ പാർക്ക് ഫേസ് 1 പോലെ 300-ലധികം കമ്പനികൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് മാറും എന്നുള്ളതിൽ സംശയമില്ല. പിന്നെ ആ പ്രദേശത്തിൻ്റെ തന്നെ വളരെ വലിയ ഡെവലപ്മെൻറ്റ് നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഇപ്പോൾ തന്നെ റിയൽ എസ്റ്റേറ്റൊക്കെ ഓൾറെഡി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ മെയിൻ ബിൽഡേഴ്സും അവിടെ ഫ്ലാറ്റുകൾ പണിയുന്നു. മെയിൻ സ്ഥലങ്ങൾക്കൊക്കെ നല്ല വാല്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നാഷണൽ ഹൈവേയും കൂടി പ്രാവർത്തികമായാൽ ഇപ്പോൾ കഴക്കൂട്ടം മുതൽ ആറ്റിങ്ങൽ വരെയും ഒരു പൂർണ്ണമായിട്ട് ഒരു IT കോറിഡോറായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഫേസ് 1-നെ സംബന്ധിച്ചും ടെക്നോ പാർക്ക് ഫേസ് 1-ലും ഒരുപാട് ഇപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ എന്നുള്ള രീതിയിൽ 2 ബിൽഡിംഗ് വരാൻ പോകുന്നു. ഇപ്പോൾ ഒരു 50,000 സ്ക്വയർ മീറ്റർ ഉള്ളൊരു ബിൽഡിങ്
അത് പിന്നെ ഇപ്പോൾ ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ടെക്നോ പാർക്ക് ഫേസ് 1-ലും ഫേസ് 3-ലും സ്ഥലം കുറവുണ്ട്. അപ്പോൾ എന്നാലും അതുകൊണ്ടാണ് ടെക്നോ പാർക്ക് ഫേസ് 4-ലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. ഫേസ് 3-ൽ അതുപോലെ ടോറസ് ബിൽഡിംഗ് ഒരു ഫസ്റ്റ് ഫേസ് പൂർണ്ണമായിട്ട് സജ്ജമായിട്ടുണ്ട്. ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം, ഇത് ബിൽഡിംഗ് ഇനാഗുറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഫുള്ളി ഓക്യുപ്പൈഡ് ആയി. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് 200+ IT കമ്പനീസ് ഇൻ ക്യൂ ആണ്. അപ്പോൾ ടെക്നോ പാർക്ക് ഫേസ് 4-ലേക്ക് അത്തരത്തിലൊരു IT സിറ്റിയായി മാറാനുള്ള എല്ലാ ചാൻസും ഞങ്ങൾ എംപ്ലോയീസ് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. എന്തായാലും ഇത് വളരെ സ്വാഗതാർഹമാണ്. എത്രയും വേഗം ഈ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശിക്കുന്നു. മാസ്റ്റർ പ്ലാനിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാസ്റ്റർ പ്ലാനിന് IT സ്പേസ് മാത്രമല്ല. ഇപ്പം നോർമലി ഇപ്പോൾ ടെക്നോ പാർക്കിലൊക്കെ ചെയ്തിരിക്കുന്ന IT സ്പേസ് മാത്രമാണ്. പക്ഷേ ഇതിൽ IT സ്പേസ് മാത്രമല്ല, IT സ്പേസിനോടൊപ്പം ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്, ഷോപ്പിംഗ് മോൾസ് ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസ് ഉള്ള തിയേറ്റേഴ്സ് ഉണ്ട്. പിന്നെ അതോടൊപ്പം വില്ലാസും ഫ്ലാറ്റ്സും ഉണ്ട്. അപ്പോൾ എംപ്ലോയീസിന് താമസിക്കാൻ പറ്റിയ, അവിടെ ഓഫീസിനടുത്ത് തന്നെ താമസിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ വിഭാവനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വലിയ കാര്യമാണ്. അതോടൊപ്പം ഈ NHും കൂടി പെർഫെക്റ്റ് ആയിട്ട് വന്നാൽ വലിയ സൗകര്യങ്ങളുള്ളൊരു പാർക്ക്, IT പാർക്കായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയം. ഡൽഹി ആസ്ഥാനമായുള്ള CP കുക്രേജ ആർക്കിടെക്ട് ആണ് ടെക്നോ സിറ്റി ഫേസ് 4-നുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. വാക്ക് ടു വർക്ക് എന്ന ആധുനിക ആശയം മുന്നോട്ട് വയ്ക്കുന്നതാണ് മാസ്റ്റർ പ്ലാൻ. ഊർജ്ജസ്വലവും സ്വയം പര്യാപ്തവുമായ ഒരു നഗര ആവാസ വ്യവസ്ഥ സാധ്യമാക്കുകയാണ് ഇതുവഴി ലക്ഷ്യം വെക്കുന്നത്. ഫ്യൂച്ചർ ലിവ്സ് ഹിയർ എന്ന ടെക്നോ സിറ്റിയുടെ ടാഗ് ലൈനിലെ ആശയം പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതാണ് പുതിയ വികസന ഘട്ടം. നിലവിലുള്ള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, സൺടെക് ബിൽഡിംഗ്, കബനി IT ബിൽഡിംഗ്, വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന TCS IT അധിഷ്ഠിത ഹബ്, 2 IT ടവറുകൾ, വാണിജ്യ സമുച്ചയം, റെസിഡൻഷ്യൽ കോംപ്ലക്സ് എന്നിവയുൾപ്പെടുന്ന മിനി ടൗൺഷിപ്പ് എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന പദ്ധതികളും മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുന്നു. ഗവേഷണ വികസന കേന്ദ്രങ്ങൾക്കായുള്ള ഗവേഷണ ഇന്നൊവേഷൻ ഹബ്ബുകൾക്കൊപ്പം IT അധിഷ്ഠിത ഇലക്ട്രോണിക്സ് തുടങ്ങി വളർന്നുവരുന്ന സാങ്കേതിക മേഖലകൾക്കായി പ്രത്യേക സോണുകൾ ഫേസ് 4-ൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ നൈപുണ്യ വികസന മേഖല, ബഹിരാകാശ ഉപഗ്രഹ നവീകരണത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള കേരള സ്പേസ് പാർക്ക്, ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ വളർത്തുന്നതിനുള്ള MSME ടെക്നോളജി സെന്റർ, KSUM-ന് കീഴിലുള്ള എമർജിംഗ് ടെക്നോളജി ഹബ്, നിർദ്ദിഷ്ട സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി, യൂണിറ്റി മാൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ഡിജിറ്റൽ 110 kV ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനും മികച്ച ജലവിതരണ സംവിധാനവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിലവിൽ ടെക്നോ സിറ്റിയിലുണ്ട്. ആഗോള സുസ്ഥിര മാനദണ്ഡമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ പദ്ധതി ഊർജ്ജ കാര്യക്ഷമത, സുസ്ഥിര വാസ്തുവിദ്യ, ജോലി, ജീവിതം, പ്രകൃതി എന്നിവയുടെ സംയോജനത്തിന് ഊന്നൽ നൽകുന്നു. ഹരിതയിടങ്ങൾ, കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന മികച്ച അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനൊപ്പം വിനോദം, ആരോഗ്യ സംരക്ഷണം, വാണിജ്യ, സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയും സംയോജിപ്പിക്കും. കാലക്രമേണ മാസ്റ്റർ പ്ലാൻ വികസിക്കുമ്പോൾ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ, ഹൈടെക് മാനുഫാക്ചറിംഗ്, വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങൾ എന്നിവയിലൂടെ ടെക്നോ പാർക്ക് ഫേസ് 4-ൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ടെക്നോ പാർക്കിന് കീഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇപ്പോഴും 100-ലധികം സംരംഭകർ ക്യൂവിലാണ്. ഒരു സർക്കാർ സംവിധാനത്തിന്റെ വിജയഗാഥയാണ് ടെക്നോ പാർക്കിനും പറയാനുള്ളത്. 1990-ൽ സ്ഥാപിതമായ ടെക്നോ പാർക്കിൽ നിലവിൽ 500-ലധികം കമ്പനികളും 80,000-ലേറെ ജീവനക്കാരുമാണുള്ളത്. അനുദിനമാണ് സ്വർണ്ണവില റെക്കോർഡുകളിലേക്ക് കുതിക്കുന്നത്. രൂപയുടെ കനത്ത തകർച്ച മാത്രമാണോ സ്വർണ്ണവില ഉയർത്തുന്നത്? ചരിത്രത്തിലാദ്യമായി സ്വർണ്ണവില പവന് 78,000 കടന്നിരിക്കുകയാണ്. സുരക്ഷിത നിക്ഷേപ സാധ്യത ഉയർന്നതാണ് റെക്കോർഡിലേക്ക് കുതിക്കാൻ കാരണം. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞതും രാജ്യാന്തര വിലയിലെ വർധനവും വില കുതിപ്പിന് ആക്കം കൂട്ടി. ഇന്ത്യയിൽ സ്വർണ്ണവില ഉടൻ തന്നെ 80,000 രൂപ കടക്കുമെന്നാണ് വ്യാപാരികളുടെ പക്ഷം.
വിപണിയിലെ നിരന്തരമായ അനിശ്ചിതത്വവും US ഫെഡറൽ റിസർവ് സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന നിക്ഷേപകരുടെ വർദ്ധിച്ചുവരുന്ന ആത്മവിശ്വാസവും സ്വർണത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പലിശ നിരക്ക് കുറയ്ക്കുന്നത് ബാങ്ക് നിക്ഷേപ പലിശ, ഡോളറിന്റെ മൂല്യം, കടപ്പത്ര ആദായ നിരക്ക് എന്നിവ കുറയാനിടയാക്കും. ഫലത്തിൽ ഗോൾഡ് ETF പോലുള്ള നിക്ഷേപങ്ങൾക്ക് പ്രിയമേറുകയും സ്വർണ്ണവില കൂടുകയും ചെയ്യും. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഫെഡറൽ സിസ്റ്റത്തോടുള്ള കടന്നുകയറ്റം സ്വർണ്ണവിലയെ ബാധിക്കുന്ന മറ്റൊരു ഘടകമാണ്. പലിശ നിരക്ക് കുറയ്ക്കാൻ നിരന്തരമായ സമ്മർദ്ദമാണ് ട്രംപ് ചെലുത്തുന്നത്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലെ ചലനങ്ങൾ, ട്രംപിന്റെ താരിഫ് നിലപാട് മൂലം ഇന്ത്യ, റഷ്യ, ചൈന എന്ന ത്രിശക്തികളുടെ സമവാക്യത്തിലുണ്ടായ പൊടുന്നനെയുള്ള മാറ്റം ചൈന ഉത്തര കൊറിയയുമായും മറ്റൊരു സഖ്യം സൃഷ്ടിക്കുന്നുണ്ട്. ശമനമില്ലാത്ത ഉക്രൈൻ റഷ്യ യുദ്ധം എന്നിവയാണ് പ്രധാനമായും സ്വർണ്ണവിലയുടെ കുതിപ്പിന് ഊർജ്ജമായി പ്രവർത്തിക്കുന്നത്. കാർഷിക വിപണിയിൽ അടുത്ത വാരം കാർഷിക കേരളം ഉത്സവാഘോഷ ലഹരിയിൽ. മുൻനിര ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ സീസണിനേക്കാൾ മികച്ച വിലയ്ക്ക് വിറ്റഴിക്കാൻ അവസരം ലഭിച്ചു. സുഗന്ധവ്യഞ്ജനങ്ങളും നാളികേര ഉൽപ്പന്നങ്ങളും ഉൽപാദകർക്ക് ലാഭം നൽകി. റബ്ബർ ഉൽപാദകരും അവസരം നേട്ടമാക്കി. ജനുവരി വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്ത് റബ്ബർ ഉൽപാദനവും ഉയരും. ചിങ്ങം അക്ഷരാർത്ഥത്തിൽ ആഘോഷമാക്കി മാറ്റി കാർഷിക കേരളം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം പ്രമുഖ ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലയുറപ്പ് വരുത്താനായത് കർഷക കുടുംബങ്ങളുടെ അടിത്തറ കൂടുതൽ മികവുറ്റതാക്കി. കുരുമുളകും ഏലവും കാപ്പിയും നാളികേരവുമെല്ലാം സൃഷ്ടിച്ച വിലക്കയറ്റം കൃഷിയോടുള്ള പുതിയ തലമുറയുടെ ആത്മബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുന്നു. സംസ്ഥാനത്തിന്റെ അങ്ങോളമിങ്ങോളമുള്ള ഓണാഘോഷങ്ങൾ ഏത് മൂഡിലെന്ന് കണക്കാക്കിയാൽ വ്യക്തമാണ് കേരളം കളർഫുള്ളായി മാറിയെന്നത്. പിന്നിട്ട ദിവസങ്ങളിൽ ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങളുടെ നീക്കം കുറവായിരുന്നു. പലരും നേരത്തെ തന്നെ ചരക്ക് വിറ്റുമാറി ഓണാഘോഷങ്ങൾക്കുള്ള പണം കണ്ടെത്തി. നിത്യേനെ 100 രൂപ വീതമുള്ള വിലക്കയറ്റത്തിന്റെ പാതയിൽ നിന്നും പ്രതിദിനം 200 രൂപ എന്ന ചൂടിലേക്ക് വിപണി മാറിയിട്ടും നാടൻ കുരുമുളക് ആവശ്യാനുസരണം ശേഖരിക്കാൻ അന്തർ സംസ്ഥാന വാങ്ങലുകാർ ക്ലേശിച്ചതോടെ അൺഗാർബിൾഡ് 70,300 രൂപയായി ഉയർന്നു. ഇതിനിടയിൽ രാജ്യാന്തര വിപണിയിൽ മലബാർ മുളക് വില ടണ്ണിന് $8,400 അടുത്തത് ഇറക്കുമതി ലോബിയുടെ മുഖം വിയറ്റ്നാമിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചു. ഇന്ത്യൻ അന്വേഷണങ്ങൾ ആഭ്യന്തര വില ഉയർത്തി ചരക്ക് സംരംഭിക്കാൻ കയറ്റുമതിക്കാരെ പ്രേരിപ്പിച്ചു. എന്നാൽ വിദേശ ഓർഡറുകളുടെ കൂടുതൽ വിവരങ്ങൾ അവർ പുറത്തുവിടുന്നില്ല. മുളക് വില അടിക്കടി ഉയരുന്നതിനാൽ വിൽപ്പന കുറച്ചത് കയറ്റുമതി ലോബിയെ സമ്മർദ്ദത്തിലാക്കി. ആഗസ്റ്റ് ആദ്യ പകുതിയെ അപേക്ഷിച്ച് വിയറ്റ്നാമിൽ കുരുമുളക് വില കിലോ 20,000 ഡോങ് ഉയർന്ന് 1,54,000 ഡോങ്കിലേക്ക് കയറിയത് ശക്തമായ വിദേശ ഓർഡറുകളുടെ കരുത്തിലാണ്. ഇതിനിടയിൽ US, യൂറോപ്യൻ ബയർമാർ ക്രിസ്മസ് ന്യൂ ഇയർ ഡിമാൻഡ് മുന്നിൽ കണ്ട് കുരുമുളക് സംഭരണ നീക്കത്തിലാണ്. ഹൈറേഞ്ചിൽ ഏലം വിളവെടുപ്പ് ഊർജിതം. നടപ്പ് സീസണിൽ ആദ്യമായ ഒറ്റ ലേലത്തിൽ 1,00,000 കിലോയ്ക്ക് മുകളിൽ ചരക്ക് വിൽപ്പനയ്ക്ക് ഇറങ്ങി തുടങ്ങി. അനുകൂല കാലാവസ്ഥയിൽ വിളവ് ഉയർന്നുവെന്നാണ് വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള വിവരം. ഓണാവശ്യങ്ങൾ മുൻനിർത്തി ഉൽപാദകർ ഏലക്ക വിറ്റുമാറാൻ കാണിച്ച ഉത്സാഹം ആഭ്യന്തര വിദേശ ഇടപാടുകാർക്ക് ആവേശമായി. ഓണത്തിന് മുന്നേ പരമാവധി വിളവെടുപ്പ് പൂർത്തിയാക്കാൻ വൻകിട തോട്ടങ്ങളും ചെറുകിട കർഷകരും തിടുക്കം കാണിച്ചു. അതേസമയം ചില തോട്ടങ്ങളിൽ കീടബാധകൾ വീണ്ടും കണ്ടു തുടങ്ങിയത് കർഷകരെ ആശങ്കയിലാക്കി. ആകർഷകമായ വില ഏലത്തിന് ഉറപ്പുവരുത്താനും കണക്കിലെടുത്താൽ പ്രതിരോധ മരുന്നുകൾക്കും കർഷകർ മുൻകൈയെടുക്കും. അന്തർ സംസ്ഥാന ഇടപാടുകാർ ലേല കേന്ദ്രങ്ങളിൽ നിറഞ്ഞു നിന്നു. ശരാശരി ഇനങ്ങൾ കിലോ 2,500 രൂപയ്ക്ക് മുകളിലാണ്. രാജ്യാന്തര വിപണിയിൽ റബ്ബർ വില തുടർച്ചയായ ദിവസങ്ങളിൽ നേട്ടത്തിൽ വ്യാപാരം നടന്നത് മുൻനിര റബ്ബർ ഉൽപാദന രാജ്യങ്ങളിലെ കർഷകരിൽ പ്രതീക്ഷ സമ്മാനിച്ചു. ബാങ്കോങ്ങിൽ റബ്ബർ കിലോ 190 രൂപയായി ഉയർന്നു. ജപ്പാൻ, ചൈനീസ്, സിംഗപ്പൂർ മാർക്കറ്റുകളും മികവിലാണ്. ചൈനീസ് ടയർ കയറ്റുമതിയിൽ ഉണർവ് അനുഭവപ്പെട്ട വിവരം അവധി വ്യാപാരത്തിൽ നിക്ഷേപരെ ആകർഷിച്ചു. മുഖ്യ കയറ്റുമതി രാജ്യമായ തായ്ലാന്റിലെ മഴ പൂർണ്ണമായും വിട്ടുമാറാഞ്ഞതും റബ്ബറിന് ഡിമാൻഡ് ഉയർത്തി. അതേസമയം ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ ഇടിവ് തുടരുന്നു. വാരാന്ത്യത്തിൽ നടക്കുന്ന ഒപെക് പ്ലസ് യോഗം എണ്ണ ഉൽപാദനം സംബന്ധിച്ച് നടത്തുന്ന പ്രഖ്യാപനങ്ങൾ അടുത്ത വാരം സിന്തറ്റിക് സ്വാഭാവിക റബ്ബർ വിലകളിൽ പ്രതിഫലിക്കും. കേരളം ഓണലഹരിയിലേക്ക് ശ്രദ്ധ തിരിച്ചതിനാൽ കാർഷിക മേഖലകളിൽ നിന്ന് റബ്ബർ വിൽപ്പനക്കാർ കുറഞ്ഞു. ഉത്സവാഘോഷങ്ങളിലേക്ക് കാർഷിക മേഖല മുഖം തിരിച്ച സാഹചര്യത്തിൽ ഇനി തിരുവോണത്തിന് ശേഷമേ വ്യാപാര രംഗം സജീവമാകൂ. 4ാം ഗ്രേഡ് കിലോ 193 രൂപയിൽ വിപണനം നടന്നു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും നിലനിന്ന കനത്ത മഴ പലയം റെയിൻ ഗാർഡ് ഇടത്തോട്ടങ്ങളിൽ പോലും ടാപ്പിംഗ് പ്രതീക്ഷയ്ക്ക് ഒത്തു മുന്നേറിയില്ല. ജൂലൈയെ അപേക്ഷിച്ച് ആഗസ്റ്റിൽ റബ്ബർ ഉൽപാദനം ഉയർത്താൻ കഴിയുമെന്ന നിഗമനത്തിലായിരുന്നു കർഷകരെങ്കിലും കാലവർഷം ശക്തമായത് അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയാൽ ഓണത്തിന് ശേഷം കാലാവസ്ഥയിൽ മാറ്റം കണ്ടു തുടങ്ങുമെന്ന് പ്രതീക്ഷയിലാണ് ഉൽപാദകർ. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ കിലോ
193 രൂപയിലും 5ാം ഗ്രേഡ് 189 രൂപയിലും വിപണനം നടന്നു. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. ഇലക്ട്രിക് കാർ ശ്രേണിയിലേക്ക് പുതിയ മോഡലുമായി എത്തുകയാണ് വോൾവോ ഇന്ത്യ. താങ്ങാവുന്ന വിലയിൽ ചെറിയ വാഹനമാണ് വോൾവോ പ്ലാൻ ചെയ്യുന്നത്. സെപ്റ്റംബർ പകുതിയോടെയാകും വോൾവോ ഇന്ത്യ പുതിയ ഇലക്ട്രിക് മോഡലായ EX13 ഇലക്ട്രിക് SUV വിപണിയിലെത്തിക്കുക. അഫോർഡബിൾ റേഞ്ചിലുള്ള ചെറിയ മോഡലാണ് വോൾവോ അവതരിപ്പിക്കുന്നത്. 5.3 സെക്കൻഡിനുള്ളിൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയുന്ന എഞ്ചിൻ പവറാണുള്ളതെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഒറ്റ ചാർജിൽ 480 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും. വരാനിരിക്കുന്ന ഇലക്ട്രിക് SUVയുടെ ഷോറൂം വില 40 ലക്ഷം മുതലാണെന്നും അഭ്യൂഹമുണ്ട്. സ്കാൻഡിനേവിയൻ സ്റ്റൈലിംഗ്, നൂതന സുരക്ഷ, താരതമ്യേന താങ്ങാവുന്ന വില എന്നിവ സംയോജിപ്പിച്ച് പ്രീമിയം ഇലക്ട്രിക് SUV വിപണിയിൽ ഇടം നേടുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം. നഗരപ്രദേശങ്ങളിലെ റോഡുകൾക്ക് കൂടുതൽ അനുയോജ്യമായ തരത്തിലാണ് ഈ മോഡൽ. ആപ്പിൾ കാർപ്ലേ, വയർലെസ് ചാർജിംഗ് പാഡ്, വലിയ പനോറമിക് സൺറൂഫ്, പ്രീമിയം ഹാർമർ കാർഡൻ ഓഡിയോ സിസ്റ്റം എന്നിവയുടെ ഓപ്ഷനുകളും സവിശേഷതകളിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. പുനരുപയോഗം ചെയ്യുന്നതും പുനരുപയോഗിക്കാൻ കഴിയുന്ന മെറ്റീരിയലുകൾ എല്ലാ കാലത്തും വോൾവോയുടെ സുസ്ഥിരതാ മുന്നേറ്റത്തിന്റെ ഭാഗമാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ക്യാമറ പ്രേമികളുടെ ബ്രാൻഡ് വിവോ പുതിയ ഫോണുമായി ഉടൻ എത്തുന്നു. വിവോയുടെ X300 സീരീസ് ആണ് സ്മാർട്ട് ഫോൺ വിപണി കാത്തിരിക്കുന്ന പുതിയ താരം. ക്യാമറയെ ചുറ്റിപ്പറ്റിയാണ് വിവോ X സീരീസ് പ്രശസ്തി നേടിയിരിക്കുന്നത്. വലിയ ക്യാമറയാണ് വിവോ X300 സീരീസിന്റെ പ്രത്യേകത. 200 MP പ്ലസ് 50 MP ക്യാമറ സെൻസറുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. X300, X Pro എന്നിവയാണ് ഈ സീരീസിൽ വരുന്നത്. തൊട്ടു മുൻപിറങ്ങിയ X200 Proയും ക്യാമറ ഫീച്ചറുകൾ കൊണ്ടാണ് ശ്രദ്ധ നേടിയത്. ഒക്ടോബറിൽ പുറത്തിറങ്ങാൻ സാധ്യതയുള്ള X300 സീരീസിൽ പുതിയ സെൻസറുകൾ, പുതിയ പ്രോസസ്സറുകൾ എന്നിവയിലൂടെ ബ്രാൻഡ് നിലവാരം ഉയർത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദീപാവലി വിൽപ്പന പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കമ്പനി. MediaTek Dimensity 9500 ചിപ്സെറ്റിലാണ് X സീരീസിലെ 2 ഫോണുകളും പ്രവർത്തിക്കുന്നതെന്ന് പറയപ്പെടുന്നു. പ്രോ മിനി, അൾട്ര എന്നിവയുൾപ്പെടെ 4 പതിപ്പുകളുമായി വന്ന X200 സീരീസിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ നമുക്ക് 2 ഫോണുകൾ മാത്രമേ വിവോ വിപണിയിൽ എത്തിക്കുന്നുള്ളൂ. ജർമ്മൻ സാങ്കേതിക വിദ്യയായ സൈസുമായുള്ള തുടർച്ചയായ പങ്കാളിത്തം വിവോയെ മുൻനിരയിൽ വേറിട്ട് നിർത്തുന്നതാണ്. 5G സപ്പോർട്ടോടുകൂടി 6000 mAh ബാറ്ററിയാണ് ഫോണിനുണ്ടാവുക. 12 GB വരെ റാമും 512 GB ഇന്റേണൽ സ്റ്റോറേജും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പ്രീമിയം ബിൽഡും സവിശേഷതകളും പ്രതിഫലിപ്പിക്കുന്ന X300 സീരീസിന് 59,999 രൂപയാണ് ഏകദേശ വില. വിനോദവാരം. വെബ് സീരീസ് വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ആക്ഷനും ത്രില്ലറുമായി ആരാധകരെ ഹരം കൊള്ളിക്കാൻ ഒരുപിടി നല്ല സീരീസുകളാണ് കാത്തിരിക്കുന്നത്. ആദ്യ സീസണിലെ സംഭവങ്ങൾക്ക് ശേഷം ഗോഡോൾക്കിൻ സർവകലാശാലയിലെ കൂട്ടക്കൊലയ്ക്ക് കുറ്റക്കാരായി ആരോപിക്കപ്പെട്ട മേരി, ജോർദാൻ, എമ്മ, ആൻഡ്രെ എന്നിവരിലാണ് ജനറൽ വി സീസൺ 2 ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഗോഡോൾക്കിന്റെ രക്ഷകരായി സാമും കേറ്റും ആഘോഷിക്കപ്പെടുന്നു. സീരീസിൽ കൂടുതൽ അതിഥിവേഷങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സെപ്റ്റംബർ 17 ആമസോൺ പ്രൈമിലാണ് സീരീസ് എത്തുന്നത്. ഓസാർക്കിന്റെ വിജയത്തിന് ശേഷം ബ്ലാക്ക് റാബിറ്റ് എന്ന ആവേശകരമായ ക്രൈം ത്രില്ലറുമായി ജേസൺ ബേറ്റ്മാൻ നെറ്റ്ഫ്ലിക്സിലേക്ക് തിരിച്ചെത്തുകയാണ്. മാൻഹട്ടന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ഈ സീരീസ് ജൂഡ് ലോ അവതരിപ്പിക്കുന്ന റെസ്റ്റോറേറ്റിനെ പിന്തുടരുന്നതാണ്. അയാൾ തന്റെ കുഴപ്പക്കാരനായ സഹോദരനെ സ്വന്തം ലോകത്തേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതോടെ ജീവിതം കീഴ്മേൽ മറിയും.
കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന സാഹചര്യങ്ങളാണ് സീരീസിലുള്ളത്. ബേറ്റ്മാനാണ് സഹോദര വേഷത്തിൽ എത്തുന്നത്. നെറ്റ്ഫ്ലിക്സിൽ സെപ്റ്റംബർ 18-നാണ് റിലീസ്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന 6 എപ്പിസോഡുകളുള്ള സ്ലോ ഹോഴ്സസിന്റെ 5ാം സീസൺ സെപ്റ്റംബർ 24 പ്രേക്ഷകരിലേക്കെത്തും. മിഖറോൺ സ്ലോ ഹൗസ് പുസ്തക പരമ്പരയിൽ നിന്നുള്ള ലണ്ടൻ റൂൾസിന്റെ ഒരു ചലച്ചിത്രാവിഷ്കാരമാണ് ഈ ഡാർക്ക് കോമഡി. ചാരവൃത്തി ഇതിവൃത്തമായിട്ടുള്ളതാണ് സീരീസ്. MI5 ഇന്റലിജൻസ് ഏജന്റുമാരുടെയും അവരുടെ ദുഷ്ടനായ മേധാവി ജാക്സൺ ലാംബിന്റെയും ഒരു സംഘത്തെ പിന്തുടരുന്നതാണ് കഥ. ഗാരി ഓൾഡ്മാനാണ് മേധാവിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചാരവൃത്തിയുടെ ലോകത്ത് സഞ്ചരിക്കുകയും ഇംഗ്ലണ്ടിനെ വിവിധ ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് കഥാസാരം. സെപ്റ്റംബർ 24-ന് ആപ്പിൾ TV+ലാണ് റിലീസ്. നെറ്റ്ഫ്ലിക്സിന്റെ ജാപ്പനീസ് സയൻസ് ഫിക്ഷൻ ത്രില്ലർ പരമ്പരയാണ് ആലീസ് ഇൻ ബോർഡർലാൻഡ്. പുതിയ സീസണിൽ ടോക്കിയോയുടെ സമാന്തര പതിപ്പിൽ നടക്കുന്ന മാരകമായ ഗെയിമുകളുടെ ഒരു പരമ്പരയിൽ മത്സരിക്കുന്നതിനിടയിൽ പുതിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന യുസൂഹ ഉസാഗി, റയോഹെ അരിസു എന്നിവരുടെ തിരിച്ചുവരവ് കാണാം. താവോ സുജിയ, കെൻഡോ യമസാക്കി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. സെപ്റ്റംബർ 25-നാണ് സീരീസ് നെറ്റ്ഫ്ലിക്സിൽ സംപ്രേഷണം ചെയ്യുന്നത്. ഇനി പ്രധാന ഇവന്റുകൾ. ഇരുപത്തിയഞ്ചാമത് ഇന്റർനാഷണൽ പോളിമർ എക്സിബിഷൻ K-Plex 2025 സെപ്റ്റംബർ 11 മുതൽ 14 വരെ അങ്കമാലി അറ്റ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും. ലോക തേക്ക് സമ്മേളനം വേൾഡ് ടേക്ക് കോൺഫറൻസ് 2025 സെപ്റ്റംബർ 17 മുതൽ 20 വരെ. കേരള സൈബർ സുരക്ഷാ സബ്മിറ്റ് 2025 കൊച്ചിയിൽ ഒക്ടോബർ 11-ന്. സബ്മിറ്റ് വ്യവസായ മന്ത്രി ശ്രീ P. രാജീവ് ഉദ്ഘാടനം ചെയ്യും. ഏകതാ റൺ കൊച്ചി യൂണിറ്റി മാരത്തൺ ഒക്ടോബർ 12 ഞായറാഴ്ച കളമശ്ശേരി ഡെക്കാത്തലോണിൽ വെച്ച് നടക്കും. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കാണാം. ബൈ.